ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യം തന്നെ എടുത്തു പറയുന്നത് വേറൊന്നുമല്ല, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ മണത്തണ അണങ്ങോട് ചപ്പാത്ത് പുതിയ പാലമാണേ. ഇവിടെ പുതിയ പാലം, ചപ്പാത്ത് പുതിയ പാലം. ഇപ്പം വീഡിയോയിലേക്ക് വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ കേരളത്തിൽ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഡ്രൈവ് പോവുക, വേറെ ഒന്നുമല്ല, കുടകിലേക്ക് ചെറിയൊരു യാത്ര പോവുക. അപ്പം യാത്ര പോകുന്ന ഒരു ചെറിയൊരു ഒന്നുമില്ല, ചുമ്മാ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ചുമ്മാ യാത്ര പോകുന്നു, അങ്ങനെ പോവാണ്. അപ്പം നമ്മൾ ഡ്രൈവ് പോകുന്ന വണ്ടി വേറെ ഒന്നുമല്ല, ഇത് അങ്ങ് ദൂരെ കണ്ടൊരു സ്കൂട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂട്ടിയിലാണ് ഇന്ന് കുടകിലേക്ക് പോകുന്നത്. അപ്പം കുടകിൽ കറക്റ്റ് ലൊക്കേഷനൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നേരെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ കേരള ബോർഡർ താണ്ടി ഇതാ നമ്മുടെ കർണാടകയിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റിന് ഇപ്പുറയാണ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഇരുട്ടായി വരികയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാറിലും ജീപ്പിലൊന്നും യാത്ര ചെയ്യുന്ന പോലെയല്ല സ്കൂട്ടിയിൽ. നാട്ടല് വെള്ളമാവും സ്കൂട്ടിയിലും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. അപ്പം മടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. എൻ്റെ മുന്നേ പോലെ ഒന്നും പറയണ്ട, നമ്മൾ സ്കൂട്ടിയിലൊക്കെ യാത്ര ചെയ്താണല്ലോ, സ്കൂട്ടിയിലും ബൈക്കിലാണെങ്കിൽ കണ്ണൊന്നും കാണത്തില്ല. അയ്യോ, ഇതിവിടുത്തെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ചുരം എല്ലാം കൂടെ ഉന്തി തള്ളി വലിഞ്ഞ് കയറി മുറുകി വരുക. കുറേ വണ്ടിയുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മളെ പട നയിക്കുന്ന പടവീരനതായി കിടക്കുന്ന കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ലൊക്കേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ കടയിൽ കയറിയിട്ട് ചെറിയ സാധനമൊക്കെ മേടിച്ച് നേരെ അപ്പം പോയേക്കുക. അപ്പോൾ നമ്മുടെ വിരാജ്പേട്ട ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം നമ്മളങ്ങനെ വിരാജ്പേട്ട ടൗൺ, അതായത് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഏകദേശം കുറച്ചേ ഉള്ളൂ. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മൾ മടിക്കേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയ മടിക്കേരി എത്തിയിട്ടുണ്ട്. നമ്മുടെ ചങ്ങായിമാർ അവിടെ നിൽക്കുന്നത്.